ഹലോ മുത്തുമണീസ്, ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത് ഒരു ഈസി റെസിപ്പിയാണ്. അതായത് ഈസി ആയിക്കൊണ്ട് നിങ്ങൾക്ക് മക്രോണി തയ്യാറാക്കാം. അതിലേക്ക് ആവശ്യമായിട്ടുള്ളത് ഒന്നാമതായിട്ട് ഒരു വലിയ സവാള വളരെ കട്ടി കുറഞ്ഞ രീതിയിൽ നിങ്ങളിങ്ങനെ കുനുകുനാന അരിഞ്ഞു വെക്കുക. എന്നിട്ട് അത് നിങ്ങൾ കൈകൊണ്ടൊന്ന് തിരുമ്മി വെക്കുക. കാരണം അതിൽ ചിലത് കട്ടി കൂടിയിട്ടുള്ളതുണ്ടാകും. അത് പരസ്പരം ഇല്ലികൾ ഇങ്ങനെ അടർന്നു വരുന്നതിനാണ്. രണ്ടാമതായിട്ട് നിങ്ങൾ എടുക്കേണ്ടത് ഒരു വലിയ തക്കാളി. എല്ലാം ഒന്നെടുത്താൽ മതി. ഒരു വലിയ സവാള എടുക്കുക. നിങ്ങളുടെ കയ്യിൽ ഇനി ചെറിയതാണെങ്കിൽ 2 എടുക്കുക. പിന്നെ തക്കാളി, അതിന് ശേഷം നിങ്ങൾ ചെറിയൊരു ഇഞ്ചി കഷ്ണം, പാകത്തിനുള്ള എരിവൊക്കെ നിങ്ങൾക്ക് പാകത്തിനാക്കിക്കൊണ്ട് നിങ്ങൾ പച്ചമുളക് എടുക്കുക. ഞാൻ വളരെ കുറഞ്ഞ രീതിയിലാണ് ഇവിടെ പച്ചമുളക് എടുക്കുന്നത്. 4 എടുത്തിട്ടുള്ളത്. എരിവ് കൂടിക്കഴിഞ്ഞാൽ എൻ്റെ മക്കളൊന്നും കഴിക്കില്ല. പിന്നെ അതുപോലെ തന്നെ വെളുത്തുള്ളി ഒരു അര അല്ലി വെളുത്തുള്ളി എടുക്കുക. പിന്നെ ഞാനിവിടെ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് ഒരു ചോപ്പറാണ്. ഇത് ഞാൻ ആദ്യമായിട്ടാണ് യൂസ് ചെയ്യുന്നത്. ഈ ചോപ്പർ കൊണ്ട് ഞാനിപ്പോൾ ചെയ്യാൻ പോകുന്നത്, നേരത്തെ അരിഞ്ഞു വെച്ചിട്ടുള്ള ആ ഉള്ളി ഉണ്ടല്ലോ, അത് ഒന്നും കൂടെ കട്ടാക്കുകയാണ്. അപ്പോൾ നമ്മളത് നീളത്തിലായിരുന്നു ഞാനിവിടെ അരിഞ്ഞു വെച്ചിട്ടുള്ളത്. അത് ഇനി ഒന്നും കൂടെ ചെറുതാക്കാൻ വേണ്ടിയിട്ട്, എന്നാൽ നല്ല പേസ്റ്റ് രൂപത്തിൽ അല്ല, ആ ഒരു രീതിയിലാക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ചോപ്പറിലിട്ടിട്ട് ഒന്ന് അടിച്ചെടുക്കുന്നത്. കുറഞ്ഞ സമയം കൊണ്ട് തന്നെ ആ ഉള്ളി നമുക്ക് ചെറിയ രീതിയിൽ കട്ട് ചെയ്തുകൊണ്ട് ഈ ചോപ്പർ കൊണ്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാൻ പറ്റിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ കണ്ടല്ലോ, വളരെ ചെറിയ ഇതാണിത്. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ നൈസായിട്ടാണ് അത് അരിഞ്ഞെടുത്തിരുന്നത്. പിന്നെ അത് നമ്മൾ വീണ്ടും ചോപ്പറിലിട്ടിട്ട് ഇങ്ങനെ ചെയ്യുക. അതുപോലെ തന്നെ ഇഞ്ചി, വെളുത്തുള്ളി, പിന്നെ പച്ചമുളക്, ഇത് 3 കൂടെ ഞാനൊന്ന് എടുത്ത് ചോപ്പറിലിട്ട് ഒന്ന് കറക്കുന്നുണ്ട്. അപ്പോൾ ഇതാണ് സംഭവം. ഇത്ര കാര്യങ്ങൾ മാത്രമാണ് നമുക്കതിലേക്ക് വേണ്ടത്. വളരെ ഈസി ആയിക്കൊണ്ട് നമുക്കത് ഉണ്ടാക്കിയെടുക്കാം. ഇനി ഞാൻ വാങ്ങിയിട്ടുള്ള ഈ ഒരു മക്രോണി, ഇത് ഞാൻ വെള്ളത്തിൽ കുതിർത്തിയിട്ടൊന്ന് കഴുകി വെച്ചതാണ് കേട്ടോ. അതാണ് ഇതിങ്ങനെ കാണുന്നത്. നന്നായിട്ടൊന്ന് നിങ്ങൾ വെള്ളത്തിലിട്ടൊന്ന് കഴുകി വെക്കുക. പിന്നെ ഒരു പാത്രത്തിൽ വെള്ളം നമ്മൾ ഗ്യാസിന്മേൽ വെക്കുക, തിളപ്പിച്ചെടുക്കുക. ഈ വെള്ളം, അതിലേക്ക് ആവശ്യമായിട്ടുള്ള അത്ര വെള്ളം വേണം. വെള്ളത്തിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ഇടുക. അതുപോലെ തന്നെ അതിൻ്റെ കൂടെ നമ്മൾ വെളിച്ചെണ്ണ ഒഴിക്കുക. സൺഫ്ലവർ ഓയിലാണ് നിങ്ങളുടെ കയ്യിലെങ്കിൽ അത് ഒഴിച്ചാലും മതി. എന്നിട്ട് നന്നായിട്ട് തിളപ്പിക്കുക. തിളപ്പിച്ചതിന് ശേഷം നിങ്ങൾ കഴുകി വെച്ചിട്ടുള്ള ആ മക്രോണി അതിലേക്ക് ഇടുക. ഒന്ന് ഇളക്കി കൊടുക്കുക. ഒന്ന് ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വെളിച്ചെണ്ണ ഒഴിക്കുന്നത്. അപ്പോൾ ഒന്ന് പരസ്പരം ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് തന്നെ നല്ല കയ്യിൽ കൊണ്ടൊന്ന് ഇളക്കി കൊടുക്കുക. നന്നായിട്ടൊന്ന് ഇത് വെന്ത് വരാൻ നോക്കുക. എന്നാൽ അത് 100% വേവേണ്ട ആവശ്യമൊന്നുമില്ല. ഒരു 80% വെന്ത് കഴിഞ്ഞാൽ നിങ്ങളത് മാറ്റി വെക്കണം. കാരണം വീണ്ടും നമുക്കിത് വേവിക്കാനുള്ളതാണ്. അപ്പോൾ അത് അലിഞ്ഞു പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇടയ്ക്കിടയ്ക്ക് നമ്മളിങ്ങനെ എടുത്ത് ഒന്ന് കൈകൊണ്ട് നെക്കി നോക്കണം. ഇതിപ്പോൾ കറക്റ്റ് ഒരു 80% മാത്രമാണ് വെന്തിട്ടുള്ളത്. അതിന് ശേഷം നമ്മളത് അതിലുള്ള വെള്ളം കളയുക. അതായത് മറ്റൊരു ഓട്ടപാത്രം വെച്ചിട്ടത് തൂവിക്കളയുക. ഇനി നമ്മൾ മറ്റൊരു കടായി വെച്ചിട്ട് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ചിട്ടുള്ള സവാള, അതുപോലെ തക്കാളി, പിന്നെ അതുപോലെ തന്നെ ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി, ഇതൊക്കെ ചോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതെല്ലാം കൂടെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. നന്നായി വഴറ്റണം, നന്നായി വെന്ത് പോവരുത്. അതിൻ്റെ ഒരു പച്ചമണമൊക്കെ മാറുന്നത് വരെ വഴറ്റി കഴിഞ്ഞാൽ മതി. കാരണം വീണ്ടും നമ്മൾ മക്രോണി ഇട്ടതിന് ശേഷം കുറച്ചൊരു സമയം നമ്മൾ വീണ്ടും അടുപ്പത്ത് വെക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു സമയത്ത് നിങ്ങൾ ഉള്ളിയൊന്നും നന്നായിട്ടങ്ങ് വഴറ്റി പോവേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഒന്ന് കളറ് മാറുന്നത് വരെ മതി. പിന്നെ അതിന് ശേഷം നിങ്ങൾ തക്കാളി ഇടുക. ബാക്കിയുള്ള ഈ ഒരു നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ചിട്ടുള്ള സാധനങ്ങളൊക്കെ എന്നിട്ട് നന്നായിട്ടൊന്നും കൂടെ നിങ്ങളൊന്ന് അത് ഇളക്കി കൊടുക്കുക. എല്ലാ ചേരുവകളും ഇട്ടതിന് ശേഷം നന്നായിട്ട് അതൊന്ന് ഇളക്കി കൊടുക്കട്ടെ. എല്ലാ ഭാഗത്തേക്കും എല്ലാം ആകുന്ന രീതിയിൽ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഫ്ലെയിം ഒന്ന് ലോ ഫ്ലെയിമിലാക്കി വെക്കാം. ഇനി നമുക്ക് അതിലേക്ക് മസാലകൾ ഇടണം. ഇത് തക്കാളി സോസാണ്, അതുപോലെ മഞ്ഞൾപ്പൊടി, പെരിഞ്ജീരകം പൊടിച്ചത്, അതായത് വലിയ ജീരകം പൊടിച്ചത്, ഇത് 3 നിങ്ങളതിലേക്ക്
ഇടുക. ഈ 3 കാര്യങ്ങളും. ഇനി അതിൻ്റെ കൂടെ തന്നെ ആവശ്യത്തിനുള്ള ഉപ്പ്. നമ്മൾ മക്രോണി ഉണ്ടാക്കിയപ്പോൾ കുറച്ച് ഉപ്പ് നമ്മൾ അതിലേക്ക് ഇട്ടിരുന്നു. അപ്പോൾ അതും കൂടെ നിങ്ങൾ നോക്കിയിട്ടുള്ള ഉപ്പായിരിക്കണം ഇതിലേക്ക് ഇടേണ്ടത്. നിങ്ങൾ ഉപ്പ് ഇട്ടിട്ട് ഇത് നല്ലവണ്ണം ഇനി ഒന്ന് ഇളക്കി മിക്സാക്കി നല്ലവണ്ണം ഒന്ന് യോജിപ്പിക്കുക. നല്ലോണം ഒന്ന് ഇളക്കി ലോ ഫ്ലെയിമിലായിക്കോട്ടെ ഈ ഒരു സമയത്തൊക്കെ തീ വെക്കേണ്ടത്. അതിന് ശേഷം നിങ്ങൾ കുറച്ച് കുരുമുളകിൻ്റെ പൊടി, പെപ്പർ പൗഡർ നിങ്ങളൊന്ന് കുറച്ചിട്ടാൽ മതി. നിങ്ങളുടെ എരിവിനനുസരിച്ചിട്ടോ ഇതൊക്കെ ഇടേണ്ടത്. ഇവിടെ കുട്ടികൾ കഴിക്കാനുള്ളതുകൊണ്ടാണ് ഞാൻ വളരെ കുറച്ച് എരിവാക്കി ഇടുന്നത്. ഇനി നിങ്ങൾക്ക് കൂടുതൽ എരിവ് വേണമെങ്കിൽ നിങ്ങളുടെ എരിവിനനുസരിച്ച് നിങ്ങൾക്ക് മുളകിൻ്റെ എണ്ണം കൂട്ടാം, ഇഞ്ചിയുടെ വലിപ്പം കൂട്ടാം, അതുപോലെ തന്നെ പെപ്പർ പൗഡറൊക്കെ കൂട്ടാം. ഇനി അതിലേക്ക് നിങ്ങൾ കുറച്ചൊന്ന് വെള്ളം ഒഴിക്കുക. കുറച്ച് കൂടുതലൊന്നും ഒഴിക്കരുത്. ആ ഒരു മസാല ഒരു ഗ്രേവി പോലെ ആകുന്ന രീതിയിലുള്ള ആവശ്യത്തിനുള്ള വെള്ളം നിങ്ങളൊന്ന് ഒഴിക്കുക. അങ്ങനെ ഒഴിച്ച് നന്നായിട്ടൊന്നും കൂടെ നിങ്ങളൊന്ന് മിക്സ് ചെയ്യുക. എന്നിട്ട് ആ വെള്ളം വറ്റാനാകുമ്പോൾ നിങ്ങൾ നേരത്തെ നമ്മൾ വേവിച്ച് വെച്ചെടുത്തിട്ടുള്ള ആ മക്രോണി അതിലേക്ക് മിക്സ് ചെയ്യുക. എന്നിട്ട് നന്നായിട്ട് ഇളക്കട്ടെ. ആ ഗ്രേവി മുഴുവനും ഈ ഒരു മക്രോണിയിൽ അലിഞ്ഞു ചേരുന്ന രീതിയിൽ, കൂടിച്ചേരുന്ന രീതിയിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെക്കുക. ഇപ്പോൾ തന്നെ നല്ലൊരു മണം ഇതിന്ന് വരുന്നുണ്ട്. നല്ലൊരു രുചിയാണ്. ഇനി അതിന് ശേഷം നിങ്ങൾ അതിന് മേലിൽ ചപ്പ് ഉണ്ടെങ്കിൽ നിങ്ങളിടുക. എൻ്റെ കയ്യിൽ ആ സമയത്ത് ചപ്പ് ഇല്ലാത്തത് കൊണ്ട് ഞാൻ കറിവേപ്പില ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ടാണ് ഇടുന്നത്. ചപ്പ്, പുതിന ഈ സാധനങ്ങളൊക്കെ നിങ്ങൾ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് അതിൻ്റെ മേലൊരു ഭംഗിക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ ഇട്ട് കഴിക്കുന്ന സമയത്ത് നിങ്ങളൊന്ന് ഇളക്കി കഴിച്ചാൽ മതി. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഈസി ആയിട്ടുള്ള ഈ മക്രോൺ ഉണ്ടാക്കുന്ന റെസിപ്പി. വളരെ സിമ്പിളാണ്. വളരെ കുറഞ്ഞ സമയം കൊണ്ട് തന്നെ നമുക്ക് ഈ മക്രോണി റെസിപ്പി ഉണ്ടാക്കി മക്രോണി കഴിക്കാൻ പറ്റുന്നതാണ്. ചൂടോട് കൂടി തന്നെ നിങ്ങളത് സെർവ് ചെയ്യുക. നിങ്ങൾക്ക് ഈ ഒരു മക്രോണി റെസിപ്പി ഇഷ്ടമായാൽ തീർച്ചയായിട്ടും നിങ്ങളൊരു ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ കമൻറ്റുകൾ നിങ്ങൾ രേഖപ്പെടുത്തുക.